ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന വിക്രത്തിന്റെയും വേദയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാമേ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ. ഏതായാലും നമുക്ക് വിശേഷത്തിലേക്ക് കടക്കാം അല്ലെ. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ വിക്രം ഇങ്ങനെ ഇരിക്കുകയാണ്, കലിമൂത്തിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് വേദ കയറി ചെല്ലുകയാണ്. വേദ കയറി ചെന്ന ഉടനെ തന്നെ നീ എന്തിനാടി ഇപ്പൊ ഇങ്ങോട്ടേക്ക് കയറി വന്നതെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് കയറി വരാതെ. അതെ, വിക്രത്തിന് ആ വള വേണമെങ്കിൽ വിക്രം അത് ചോദിച്ചാ പോരായിരുന്നോ? ഞാൻ തരുമായിരുന്നല്ലോ. പിന്നെ എന്തിനാ ആ വള എന്നോട് പറയാതെ എടുത്തത്? നിന്നോട് പറയാതെ എടുത്തതിന്റെ വാശിക്കായിരിക്കും നീ ഇവിടെ കിടന്ന് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്. എന്റെ അമ്മ ഇതുവരെ എന്നെ അവിശ്വസിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പൊ എന്റെ അമ്മ എന്നെ അവിശ്വസിച്ചു. ഈ വീട്ടിൽ ആകെ എന്നോട് സ്നേഹമുള്ളത്, എന്നെ അറിയാവുന്നത് എന്റെ അമ്മയ്ക്കായിരുന്നു. ആ അമ്മയ്ക്ക് ഇപ്പം എന്നോടുള്ള വിശ്വാസം നഷ്ടമായി. അതൊക്കെ ആര് കാരണോ? വേദേ, നീ കാരണമാണ്. നീ ഈ വീട്ടിൽ എന്ന് കാലെടുത്ത് വെച്ച് കുത്തിയോ അന്ന് മുതൽ തുടങ്ങി എന്റെ കഷ്ടകാലം. ഓഹോ, അപ്പൊ ഇവിടെ മോഷ്ടിച്ചൊന്നും ഒരു പ്രശ്നമല്ല, ഇപ്പൊ ഞാൻ കാലെടുത്ത് കുത്തിയതാണല്ലേ പ്രശ്നം. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. അത് വിക്രമാണ് അത് എടുത്തതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ പിന്നെ അത് ആരോടും പറയാനോ ഒന്നും പോവില്ലായിരുന്നു. എനിക്കറിയില്ലായിരുന്നല്ലോ അത് വിക്രമാ എടുത്തതെന്ന്. എന്റെ എന്തും എടുക്കാനുള്ള അവകാശം വിക്രത്തിനുണ്ട്. കാരണം വിക്രം എന്റെ ഭർത്താവാണ്. ഇത് കേട്ടോണ്ട് ഒരു ഭർത്താവ് മിണ്ടിപ്പോകരുത് നീ. എന്താ ഞാൻ പറയുന്നതിൽ എന്താ വിക്രം തെറ്റിയിരിക്കുന്നത്? ഭാര്യയുടെ എന്തും അവകാശപ്പെട്ടതല്ലേ ഭർത്താവിന്? ആണല്ലോ. അതുമല്ല, എന്നോട് ചോദിക്കാതെ അത് വിക്രം എടുത്തിട്ടുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും പോട്ടെ, വിക്രത്തിന്റെ അമ്മ അല്ലെങ്കിൽ വിക്രത്തിന്റെ ഏടത്തിമാര് ആരെങ്കിലും ഇതുപോലൊരു വള അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദിക്കാതെ വിക്രം എടുക്കുവോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ ഇത് ചോദിക്കാതെ എടുത്തിട്ടുണ്ടെങ്കിൽ എന്നോടുള്ള ആ ഒരു അധികാരമാണ്, ഞാൻ ഭാര്യയാണെന്നുള്ള ആ ഒരു അധികാരം എനിക്കിഷ്ടായി. ഏതായാലും ഇനിയിപ്പം അതോർത്ത് വിഷമിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞപ്പോ നീ എന്റെ മുമ്പിൽ കിടന്ന് ഓരോന്ന് പറഞ്ഞെന്നെ ഇളക്കം പിടിപ്പിക്കരുതേ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അധികാരം കാണിക്കാൻ പറ്റിയ ഒരു ചണക്ക് വന്നിരിക്കുന്നു. നീ എന്റെ ഭാര്യയാണെന്ന് ഇനി ഇവിടെ എല്ലാവരെയും കൂടി അറിയിക്കണമായിരിക്കും നിനക്ക്. അതുകൊണ്ടായിരിക്കും. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ആ വള എനിക്ക് ഒരു അത്യാവശ്യം വന്നപ്പോ ഞാൻ എടുത്തു. അത് ഒരു 2-3 ദിവസത്തിനുള്ളിൽ ഞാൻ നിനക്ക് എടുത്തു തരും. അയ്യോ, ഇപ്പം തൽക്കാലം ആവശ്യമാണെങ്കിൽ അതിപ്പോ എടുത്തു തന്നില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. എന്നെ എല്ലാവരുടെയും മുമ്പില് ഭാര്യയായിട്ട് അംഗീകരിച്ച പോലെ തന്നെയാ ആ വളയെടുത്തപ്പോ എനിക്ക് തോന്നിയത്. അത്രയ്ക്കും അധികാരം എന്നോട് വിക്രത്തിനുണ്ട് ഇപ്പം. ഏതായാലും ഞാൻ അങ്ങനെ കരുതുന്നുള്ളൂ. ഇത് വലിയ തെറ്റായിട്ടൊന്നും ഞാൻ കരുതുന്നില്ല കേട്ടോ. പിന്നെ അമ്മയ്ക്ക് വിക്രത്തിനോടുള്ള ആ വിശ്വാസം ഒരിക്കലും നഷ്ടമാവില്ല. കാരണം ഒരമ്മമാർക്കും ഒരു മക്കളെ വെറുക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ ആ ഒരു ദേഷ്യത്തില അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞത്. എനിക്ക് അമ്മയുടെ മനസ്സ് നന്നായിട്ട് അറിയാം. വിക്രം അതുകൊണ്ട് പേടിക്കണമെന്ന് പറഞ്ഞപ്പോ നിന്റെ കോണവാധികാരം നീ നിർത്തിക്കോ, നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കോ, നീ മര്യാദയ്ക്ക് ഈ റൂമിൽ നിന്ന് പൊക്കോളാൻ പറഞ്ഞപ്പോ ഈ റൂമിൽ നിന്ന് ഞാൻ പോവില്ല. ഈ റൂം ഞാൻ എന്റേതാക്കും, നമ്മുടേതാക്കും. കാരണം ഈ റൂം കുറച്ച് അടുക്കും ചിട്ടയൊക്കെ വരുത്താനുണ്ട്. ഇത് കുറച്ച് ക്ലീൻ ഒക്കെ ചെയ്യാനുണ്ട്. ആദ്യം തന്നെ ഈ കട്ടിലുണ്ടല്ലോ, ഈ ചെറിയ കട്ടില് ഒന്ന് വലുതാക്കണം. ഇതിപ്പോ ഒരാൾക്ക് പോലും കഷ്ടി കിടക്കാൻ പറ്റത്തില്ലാത്ത രീതിയിലാണല്ലോ. പിന്നെ അതിന്റെ പുറത്തോ എന്തൊക്കെയാ ഉള്ളത്? രാവിലെ എണീറ്റാ ബെഡ് വിരിക്കില്ല. ഇതെന്താ വിക്രം, ഇത് ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ഇതൊക്കെ ഞാൻ വിക്രത്തിനെ പഠിപ്പിക്കാട്ടോ എന്ന് പറഞ്ഞപ്പോ നീ കൂടുതൽ പഠിപ്പിക്കൊന്നും വേണ്ട. എന്റെ കട്ടിലെങ്ങാണോ ഷെയർ ചെയ്യാമെന്നാണല്ലോ. എനിക്ക് ഈ ഒരു ചെറിയ കട്ടിൽ മതി, കൂടുതൽ വിസ്താരമുള്ള കട്ടിലൊന്നും എനിക്ക് വേണ്ട. എനിക്ക് ഒരാൾക്ക് കിടക്കാൻ ഇത് മാത്രം മതി. എന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോക്കോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് നമ്മുടെ വിക്രം വേദന അവിടെ നിന്ന് പറഞ്ഞു വിടുവാണ് കേട്ടോ. അത്രയ്ക്ക് കലിപ്പാണ് നമ്മുടെ വിക്രത്തിന് വേദയോടുള്ളത്. അപ്പൊ അതേതായാലും കലിപ്പ് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഏതായാലും ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ വീട്ടിലേക്ക് ഒരാൾ കടന്നു വരുന്നത്. അപ്പൊ ഇതിനു മുമ്പ് ഒരു സീൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ആ വീട്ടിലേക്ക് ഒരാൾ കടന്നു വരുന്നതിന് മുമ്പ് നമ്മുടെ ആരാ ശ്രീജ ഇങ്ങനെ ഭക്ഷണമൊക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ, ശ്രീജയുടെ ഹസ്ബൻഡിന്. അപ്പൊ വിശ്വം പറഞ്ഞു, അതെ എനിക്ക് കുറച്ചും കൂടെ താടി എന്ന് പറഞ്ഞു ദോശ. അപ്പം പറഞ്ഞു, എന്റെ പൊന്ന് വിശ്വേട്ടാ, ഇത് വേദയും വിക്രം ഇതുവരെ കഴിച്ചിട്ടില്ല, അവർക്ക് കൊടുക്കണ്ടേ? അവർക്ക് ഇപ്പൊ വേണ്ടായിരിക്കും, നീ അതിങ്ങ് തന്നെ അവർക്ക് ചുട്ടു കൊടുക്ക. പിന്നെ ചൂടാന് ഇത് മതി കഴിച്ചത്, ഇനി എനിക്ക് ചൂടാൻ പറ്റത്തില്ല, ഞാൻ മടുത്തു, അതുകൊണ്ട് ഇത് അവർക്കുള്ളതാ എന്ന് പറഞ്ഞ് അത് മാറ്റിക്കൊണ്ട് പോവുകയാണ് കേട്ടോ. അതിനിടയിൽ നമ്മുടെ വിശ്വത്തിനോട് പറയുന്നുണ്ട്, ഒരു പണിയും വേലയില്ലാതെ വിട്ടിരുന്ന് മൂക്കറ്റം കയറ്റിയാൽ മാത്രം മതിയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയിൽ വേറൊരു സീനും കൂടെ കാണിക്കുന്നുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ നന്ദിനിനെയും അതുപോലെ തന്നെ
നന്ദിനിയുടെ ഭർത്താവായ വിനായകനെയാണ്. അങ്ങനെ നമ്മുടെ വിനായകൻ പറയാ, അല്ലെങ്കിലും നന്ദിനി ഞാൻ ഓർത്തു ഇത് നീയാ എടുത്തിരിക്കുകയെന്ന്. അല്ല, നിന്റെ അപ്പോഴത്തെ ആ ഒരു പരവശവും ആ ഒരു വെപ്രാളവും ഒക്കെ കണ്ടപ്പോ ഞാൻ ഓർത്ത് ഇത് നീ തന്നെ എടുത്തതെന്നാ. എന്നിട്ട് നീ എന്താടി ഇത് എടുക്കാതിരുന്നത്? പിന്നെ എനിക്കിപ്പോ അവളുടെ വളയല്ലേ അത്യാവശ്യം. അതെ, ഞാൻ അങ്ങനെ എനിക്ക് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് വേണമെന്നുള്ളത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് ഉണ്ടാക്കാൻ അറിയാം. പിന്നെ നിങ്ങൾ കൂടുതൽ അവളെ സപ്പോർട്ട് ചെയ്തൊന്നും സംസാരിക്കണ്ട. അല്ലെങ്കിൽ അവളെ വന്നപ്പോ മുതലുള്ള ഇളക്കം ഞാൻ കാണുന്നുണ്ട്. ഇച്ചിരി കാണാൻ കൊള്ളാന്നൊരു പെണ്ണ് വന്ന് കേറിയെന്നും പറഞ്ഞ്, അയ്യേ നീ എന്താ നന്ദിനി പറയുന്നത്? കാണാൻ കൊള്ളാവുന്ന എത്ര നല്ല പെണ്ണാണെങ്കിലും അതെന്റെ അനിയന്റെ പെണ്ണുപിള്ളയല്ലേ. നീ ഇത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കുറച്ച് പണമുള്ള പെണ്ണ് കയറി വന്നപ്പോഴത്തേക്കും എല്ലാവരുടെയും തനിക്കോണം ഞാൻ കാണുന്നുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ ഇങ്ങോട്ടേക്ക് കയറി വന്നത് കൈയും വീശിയൊന്നും അല്ല. ഞാനും അന്തസ്സായിട്ട് തന്നെ ഇങ്ങോട്ട് കയറി വന്നത്, സ്വർണ്ണമൊക്കെ ഇട്ട് തന്നെ കയറി വന്നത്. ആ സ്വർണ്ണം എല്ലാം എടുത്തുകൊണ്ട് പോയി വിറ്റത് ആരാണെന്നും കളഞ്ഞത് ആരാണെന്നും എനിക്കറിയാം. അല്ലാതെ എനിക്കിവിടെ സ്വർണം മോഷ്ടിക്കുകയും വിൽക്കുകയും ചെയ്യേണ്ട കാര്യം പണയം വെക്കുകയും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നന്ദിനി, ഇതെന്താ നന്ദിനി നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? വാ നമുക്ക് കിടക്കാം. കിടക്കാം. കിടന്നിട്ട് മര്യാദയ്ക്ക് വിട്ടു പൊക്കോ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, രാത്രി ആകുമ്പോഴത്തേക്കും വരും. കിടിക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. എന്റെ പൊന്ന് വിനായകേട്ട, മര്യാദയ്ക്കിരുന്നോ, ഇല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടും. എനിക്ക് കിടന്നുറങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദിനി കയറി കിടക്കാൻ കേട്ടോ വിനായകൻ. അപ്പൊ ഇന്നത്തെ ദിവസം ആഹാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ വിനായകനും മാറി അങ്ങ് കിടന്നു. ഏതായാലും ഇത് കഴിഞ്ഞിട്ടാണ് രാവിലെ നേരം വെളുത്ത് കഴിയുമ്പോഴത്തേക്കും വീട്ടിലേക്ക് ഒരാൾ വരുന്നത്. അപ്പൊ വീട്ടിലേക്ക് ഒരാൾ വരുന്നത് നമ്മുടെ വിക്രത്തിന്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ. അപ്പൊ വിക്രത്തിന്റെ ഫ്രണ്ട് കയറി വരികയാണ്. അപ്പൊ വിക്രത്തിന്റെ ഫ്രണ്ടിനെ കണ്ട ഉടനെ തന്നെ നമ്മുടെ വിക്രത്തിന്റെ അമ്മ പറഞ്ഞു, അയ്യോ മോളെ, നിന്നെ കണ്ടിട്ട് ഒത്തിരി ദിവസമായല്ലോ, എന്തു പറ്റി? അമ്മയ്ക്ക് എന്തോ ചെറിയ അസുഖം എന്നൊക്കെ പറഞ്ഞു കേട്ടു. അതെ, അമ്മയ്ക്ക് ഒരു ചെറിയ മുഴയാന്നാ പറഞ്ഞത് വയറ്റില്. പക്ഷെ മുഴയാന്നൊക്കെ പറഞ്ഞിരുന്ന് ഞങ്ങൾ കുറെ നാൾ അങ്ങനെ അങ്ങ് പോയി. പിന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാ ഇതിപ്പോ 3ാമത്തെ സ്റ്റേജാ. ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. ആ അവസ്ഥയിലൂടെ ഇപ്പൊ കടന്നു പോകുന്നത്. പിന്നെ ജീവിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ദൈവം നമ്മളെ ഇങ്ങോട്ടൊക്കെ ഇട്ട് അയച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ജീവിച്ചല്ലേ പറ്റൂ. ഏതായാലും എനിക്ക് വിക്രത്തിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ വേദന ഇപ്പൊ ഉണ്ടായിരുന്നു. വേദന കണ്ടിട്ട് മൈൻഡ് പോലും ചെയ്യുന്നില്ലാത്തോ ആ പെണ്ണ് മൈൻഡ് പോലും ചെയ്യാതെ വിക്രത്തിനെ കാണാൻ പോകുമ്പോഴത്തേക്കും, വിക്രത്തിനെ വിളിക്കാനായിട്ട് പോകുമ്പോഴത്തേക്കും വേദ പറയാണ്, നിക്ക് ഞാൻ വിളിക്കാം, ഞാൻ വിക്രത്തിനെ വിളിച്ചോണ്ട് വരാന്ന് പറയുമ്പോഴത്തേക്കും ആ പെണ്ണൊന്ന് നോക്കി. ആ പെണ്ണ് നോക്കിയിട്ട് പറഞ്ഞു, അതെ വിക്രത്തിനെ വിളിക്കുമൊന്നും വേണ്ട, ഇതങ്ങ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു ഒരു വള അങ്ങ് കൊടുക്കുകയാണ്. അപ്പോഴാണ് അറിഞ്ഞത് ഏത് നമ്മുടെ വേദയുടെ ആ വളയെ ആ വള കൊടുക്കാനാട്ടോ ആ പെണ്ണ് വന്നത്. ഇത് കണ്ട് പെട്ടെന്ന് ഞെട്ടിപ്പോയിട്ടോ. അപ്പോഴത്തേക്കും ആ പെണ്ണ് പറഞ്ഞു, അത് പിന്നെ ഇതെനിക്ക് ഇന്നലെ വിക്രം പണയം വെക്കാനായിട്ട് തന്നതാണ്. അതെ, എൻ്റെ അമ്മയ്ക്ക് കുറച്ച് സീരിയസ് ഒക്കെ ആയിരുന്നു. അപ്പൊ അത്യാവശ്യമായിട്ടൊരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. വേറെ ഒരു സ്ഥലത്തും പൈസ ഇല്ല. പിന്നെ വിക്രം ആര് ചോദിച്ചാലും ഇല്ല എന്ന് പറയില്ല. എവിടെന്നെങ്കിലും അവൻ എനിക്ക് കണ്ടുപിടിച്ച് തരുമെന്ന് അറിയായിരുന്നു. പിന്നെ അവൻ നല്ലൊരു ഫ്രണ്ട് തന്നെയാ. നല്ല ഫ്രണ്ട് മാത്രമല്ല, നല്ലൊരു വ്യക്തിത്വത്തിനുടമയാ. ഇങ്ങനെ ആർക്ക് എന്തെങ്കിലുമൊക്കെ വന്നാൽ അവൻ എവിടെന്നെങ്കിലുമൊക്കെ എടുത്ത് സഹായിക്കും. അത് ദൈവം അതിനുള്ള അനുഗ്രഹം അവന് കൊടുക്കുമായിരിക്കാം. ഏതായാലും ഇത് പിടിച്ചോ എന്നിങ്ങനെ പറഞ്ഞ് ഇത് കൊടുക്കാണ് കേട്ടോ. അപ്പോഴത്തേക്കും പെട്ടെന്ന് വേദ പറഞ്ഞു, അല്ല കുട്ടിക്ക് ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇത് വെച്ചോ, പിന്നെ മതി എന്നിങ്ങനെ പറഞ്ഞപ്പം, ഹേയ് വേണ്ട, അത് പറയാനുള്ള മനസ്സ് കാണിച്ചല്ലോ. സത്യമായിട്ടും ഉണ്ടല്ലോ, രാധ പറഞ്ഞപ്പം രാധയുടെ ജീവിതം തട്ടിപ്പറിക്കാമെന്നൊരു പെണ്ണായിട്ടാ ഞാൻ വേദേനെ കണ്ടത്. പക്ഷേ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോഴാ എനിക്ക് മനസ്സിലായത്. ഏതായാലും വേദ, വിക്രം നല്ലൊരു മനുഷ്യനാണ് കേട്ടോ. വിക്രം നല്ലൊരു മനുഷ്യനും അതുപോലെ തന്നെ എന്താ പറയാ, നല്ലൊരു മകനും നല്ലൊരു ഭർത്താവും ഒക്കെ ആകാൻ കഴിവുള്ള ഒരാളാ. അതുപോലെ തന്നെ ഞാന് അവന്റെ പെങ്ങളെ പോലെ തന്നെയാ. എൻ്റെ അമ്മയുടെ വയറ്റിൽ അവൻ പിറന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ പെങ്ങള് തന്നെയാ, പെങ്ങളൂട്ടിയായിട്ട് അവൻ എന്നെ കണ്ടിരിക്കുന്നത്. എന്തിനും ഏതിനും നമുക്ക് എന്ത് പ്രശ്നം വന്നാലും അവന്റെ മുമ്പിൽ ചെന്ന് കൈനീട്ടിയാലേ അവൻ ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കില്ല. അങ്ങനെ ഒരു മനസ്സിനുടമയാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. ഏതായാലും ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും വളരെ സന്തോഷവും, എന്താ പറയുക, തന്റെ ഭർത്താവിനെ കുറിച്ച് കേൾക്കുമ്പോഴുള്ള ആ ഒരു സന്തോഷമൊക്കെയാണ് നമ്മുടെ വേദയ്ക്കുള്ളത്. ഏതായാലും വിക്രം അത്രയ്ക്ക് ദുഷ്ടനൊന്നും അല്ല. വിക്രത്തിനും നല്ലൊരു മനസ്സുണ്ട് എന്നവിടെ മനസ്സിലാക്കുകയാണ് നമ്മളും, അതുപോലെ തന്നെ വേദയും ഒക്കെ മനസ്സിലാക്കുകയാണ്. അങ്ങനെ ആ ഒരു വള കൊടുത്തിട്ട് കയറി പോയിട്ടോ. അല്ല, ആ ഒരു വള കൊടുത്തിട്ട് ആ പെൺകുട്ടി അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോഴേക്കും വിക്രം അവിടെ വന്നായിരുന്നു. അപ്പൊ വിക്രത്തിന്റെ അമ്മ ചോദിച്ചു, മോനെ ഇതെന്താ മോനെ നീ എന്നോട് പറയാതിരുന്നത്? ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ നിന്നെ ഒന്നും പറയില്ലായിരുന്നല്ലോ. ഇതെന്താ മോനെ നീ എന്താ ഇങ്ങനെ പറയാതെ മറച്ചു വെച്ചത്? അത് പിന്നെ ഒരു കാര്യം ചെയ്തിട്ട് അത് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ടാ പിന്നെ ഞാൻ പറയാത്തത്. പിന്നെ ഇവിടെ എല്ലാവർക്കും എന്തു തോന്നും എന്നൊന്നും എനിക്ക് അറിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പം വിക്രത്തിനോട് വേദ പറയുന്നുണ്ട്, ഏതായാലും വിക്രം ഒരു നല്ല കാര്യമാണ് ചെയ്തത്. ആരും ഈ ലോകത്തിപ്പോ ആരും ചെയ്യാത്തൊരു കാര്യമാണ് വിക്രം ചെയ്തത്. എൻ്റെ ഭർത്താവിനെ ഓർത്ത് സത്യമായിട്ട് ഞാൻ അഭിമാനിക്കുന്നുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട് വിക്രം. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും വിക്രം നമ്മുടെ വേദേനെ അകത്തേക്ക് വിളിക്കുകയാണ് കേട്ടോ.
വേദ ഇവിടെ വന്ന് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാണ്. വളരെ സോഫ്റ്റ് ആയിട്ട് വളരെ സൗമ്യമായിട്ടാണ് നമ്മുടെ വിക്രം വിളിച്ചുകൊണ്ട് പോകുന്നത് വേദനെ. അപ്പൊ വേദ ചോദിക്കുന്നുണ്ട്, എന്താ എന്നെ സോറി പറയാൻ വേണ്ടി വിളിച്ചതാണോ? സോറി പറയാനാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും സോറി ഒന്നും വേണ്ട കേട്ടോ, നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ലേ, അതുകൊണ്ട് സോറി ഒന്നും പറയണ്ടെന്ന് പറഞ്ഞപ്പം സോറി പറയാൻ വേണ്ടി ഒന്നും അല്ല ഞാൻ വിളിച്ചത്, അത് എനിക്ക് നിന്നോട് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പം വേദയ്ക്ക് മനസ്സിലാവുന്നില്ല ഇത് എന്താ സംസാരിക്കാൻ എന്നൊന്നും വേദയ്ക്കും അറിയില്ല കേട്ടോ. ഏതായാലും ഈ ഒരു ഭാഗം കൊണ്ടാണ് ഇന്നത്തെ വിശേഷം ഇവിടെ അവസാനിക്കുന്നത്. ഇനി നാളത്തെ കുറച്ച് ഭാഗം കൂടി ഞാൻ പറയാട്ടോ. അപ്പൊ നാളെ നമ്മുടെ വേദയോട് വിക്രം ആവശ്യപ്പെടുന്നത് വേറെ ഒന്നും അല്ല കേട്ടോ, നമ്മുടെ രാധയുടെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. രാധയുടെ ജീവിതം തനിക്ക് വേണ്ടി ഹോമിക്കേണ്ടതല്ല. രാധ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാധ ഇങ്ങനെ ജീവിച്ച് തീർക്കുകയുള്ളൂ. രാധയുടെ അമ്മ ഒരുപാട് സങ്കടം വന്ന് വിക്രത്തിനോടും വിക്രത്തിന്റെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു. അങ്ങനെ വിക്രവും വിക്രത്തിന്റെ കൂട്ടുകാരും കൂടി ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. വിക്രമിന്റെ കൂട്ടുകാർ തന്നെയാണ് പറഞ്ഞത്, ഒരു കാര്യം ചെയ്യണം, ഏതായാലും നിങ്ങൾ രണ്ടും ഒന്നിച്ചു, നിങ്ങൾ രണ്ടും വിവാഹം കഴിച്ചു, അതും ഒരു കുടുംബ ജീവിതത്തിലേക്ക് കടന്നു എന്നറിഞ്ഞാൽ മാത്രമേ നമ്മുടെ രാധ അവിടെ നിന്ന് മാറുകയുള്ളൂ, വിക്രത്തിന്റെ ആ ഒരു ഇട്ടാവട്ടത്തിൽ നിന്ന് മാറുകയുള്ളൂ. അതുകൊണ്ടൊരു കാര്യം ചെയ്യണം, കുറച്ച് ദിവസത്തേക്കെങ്കിലും നമ്മുടെ വേദയോടും വിക്രത്തിനോടും രാധയുടെ മുമ്പിലും അഭിനയിക്കാൻ പറയുകയാണ്. അപ്പം ആ ഒരു കാര്യം പറയാനാണ് നമ്മുടെ വേദേനെ വിളിച്ചത്. അപ്പം വേദയോട് ഇങ്ങനെ പറയാണ് കേട്ടോ, ഏതായാലും അവളുടെ ജീവിതം അങ്ങനെ എനിക്ക് വേണ്ടി ഹോമിക്കേണ്ടതല്ല, അവൾക്ക് നല്ലൊരു ജീവിതവും ഉള്ളത് നല്ലൊരു ഭാവിയൊക്കെ ഉള്ളതാണ്, അത് കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്ക് പറ്റില്ല വേദ, നീ എൻ്റെ കൂടെ നിന്നേ പറ്റൂ. ഏതായാലും എൻ്റെ ജീവിതവും ഇങ്ങനെ ആയിപ്പോയി, പക്ഷേ അവളുടെ ജീവിതം ഇങ്ങനെയാകാൻ പാടില്ല എന്നും പറഞ്ഞൊരു തീരുമാനം എടുക്കുന്നുണ്ട് കേട്ടോ. ഇവർ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് രാധ വരുമ്പോൾ മാത്രം ഇവർ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അഭിനയിക്കാം എന്നൊരു ഡീൽ ഉറപ്പിക്കുകയാണ്. പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മുടെ വേദയ്ക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ, വിക്രം എന്താണ് ഇങ്ങനെയാകാൻ കാരണമെന്നൊക്കെ. അപ്പൊ ചോദിക്കുവാണ് നമ്മുടെ ശ്രീജയോട്, എന്താ ചേച്ചി, എന്താ വിക്രത്തിന് നല്ലൊരു മനസ്സുണ്ടല്ലോ, അത് ഞാൻ ഇന്നലെ കണ്ടു, ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നല്ലൊരു മനസ്സിനുടമയാണ് വിക്രം, പക്ഷെ എന്താ അവന് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞപ്പം അവൻ കോളേജിലും ഡിഗ്രിക്കൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അവനൊരു സുഹൃത്തുണ്ടായിരുന്നു, അപ്പം എന്തോ ഒരു സുഹൃത്തോ എന്തോ ഒരു റിലേഷനായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു സംഭവമാണ് കേട്ടോ അവിടെ സംഭവിച്ചിരിക്കുന്നത്. അത് സത്യത്തിൽ വ്യക്തമായിട്ട് നമ്മുടെ ശ്രീജ പറയുന്നുമില്ല, കുത്തി ചോദിക്കുന്നുണ്ട് കേട്ടോ, നമ്മുടെ വേദ കുത്തി ഇങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും അത് വ്യക്തമായിട്ട് പറയുന്നില്ല ശ്രീജ. വേദ ചോദിച്ചിട്ട് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ആൻസർ അവിടെ കിട്ടുന്നില്ല, നമുക്കും കിട്ടുന്നില്ല. ഏതായാലും ആ ആൻസറിന് വേണ്ടി നമുക്കും കാത്തിരിക്കാം. എന്താണ് വിക്രത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്, അത്രയും നന്നായിട്ട് പഠിക്കാൻ കഴിവുള്ള എല്ലാ ആക്ടിവിറ്റീസിലും ഒക്കെ ഉണ്ടായിരുന്ന വിക്രത്തിന് എന്തു പറ്റി എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ. അപ്പൊ നാളെ കാണിക്കുന്ന വിശേഷം കൂടെയാണ് കേട്ടോ ഞാൻ ഈ അവസാനം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക, അടിപൊളി വിശേഷം തന്നെയാണ് കേട്ടോ, അപ്പൊ മിസ് ചെയ്ത് കളയരുത്. നമുക്ക് ഇപ്പം പൊക്കോണ്ടിരിക്കുന്നിടത്തോളം നല്ല അടിപൊളി ആയിട്ട് തന്നെയാണ് നമ്മുടെ കഥ മുന്നോട്ടേക്ക് പോകുന്നത്. നമുക്ക് കാണാനൊക്കെ ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഏതായാലും ഇതുവരെ ആരെങ്കിലും കണ്ടു തുടങ്ങിയിട്ടില്ലെങ്കിൽ കണ്ടു തുടങ്ങിക്കോളൂ, നല്ലൊരു കഥ തന്നെയാണ് കേട്ടോ നമ്മുടെ വേദയുടെയും വിക്രത്തിന്റെയും കഥ. അപ്പൊ നമ്മുടെ അടുത്ത ഡീറ്റെയിൽസും ഇനി വരാൻ പോകുന്ന കഥകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഇതേപടി നമുക്ക് വേണം. നിങ്ങളുടെ ഈ ഒരു എന്താ പറയുക, നിങ്ങളുടെ ഈ നമ്മുടെ വീഡിയോസിന് എത്ര വ്യൂസ് കൂടുന്നതിനനുസരിച്ചോ അതനുസരിച്ചാണ് നമുക്ക് പറയാനുള്ള ആ ഒരു കൂടുകയും ചെയ്യുന്നത്, നമുക്ക് പറയാനുള്ള ആ ഒരു പ്രചോദനമൊക്കെ കിട്ടുന്നത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.